നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം നടക്കില്ലെന്നും ഗാസ യുദ്ധം വൈകാതെ അവസാനിപ്പിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൗസ് റിപ്പോർട്ടർമാരാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ എന്തായാലും താൻ അനുവദിക്കില്ലെന്നും അത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമായി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തിടെ എത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. വാർത്തകൾ വിശദമായി. കൂട്ടക്കുരുതിയെയും നിലവിലെ ആക്രമണങ്ങളെയും ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം ബഹിഷ്കരിച്ച് നിരവധി രാജ്യങ്ങൾ. UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ നിരവധി നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ഹാൾ വിട്ടുപോയവരുടെ വേദി ഏതാണ്ട് ഒഴിഞ്ഞ നിലയിലായിരുന്നു. അതേസമയം ഹമാസിന്റെ ഭീഷണിയിലാകും വരെ യുദ്ധം തുടരുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. UN ട്രംപിനെ പുകഴ്ത്തി പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നും അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നുമാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് UN പ്രസ്താവന നടത്തിയത്. യുദ്ധത്തിൽ വിജയിച്ചത് പാക് സൈന്യമെന്നും പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചു. ട്രംപിനെ നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തു. ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തിയാണെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. വൈറ്റ് ഹൗസിലെത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസിം മുനീറിനെയും സ്വാഗതം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മഹാന്മാരായ നേതാക്കളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇരുവരെയും ട്രംപ് സ്വാഗതം ചെയ്തത്. അതേസമയം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അടുത്തിടെ വളരെയധികം മെച്ചപ്പെട്ടതിന്റെ സൂചനയാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 30 കൂടി പൊതു അവധി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. നിലവിൽ ഒക്ടോബർ 1-2 തീയതികൾ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. അതിനു പുറമെയാണ് 30 കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ 2025 സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച പൊതു അവധി ആയിരിക്കും. മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തിരുവനന്തപുരം, ശംഖുമുഖം, എറണാകുളം, കസ്തൂർബ നഗർ, കോഴിക്കോട് ബീച്ച്, മലപ്പുറം, കോട്ടക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമായി. എറണാകുളത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 6:30 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. NSS നേതൃത്വത്തിന്റെ ഇടതു ചായതിനെതിരെ കൂടുതൽ കരയോഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. തിരുവനന്തപുരം നരുവാമൂട് നടുക്കാട് 2299 നമ്പർ ചെറുത്തൂർ കോണം വിദ്യാധിരാജ NSS കരയോഗം കാര്യാലയത്തിന് മുന്നിൽ ഭാരവാഹികൾ G. സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് സ്ഥാപിച്ചു. നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലി എന്നെഴുതിയ ഫ്ലക്സാണ് ഭാരവാഹികൾ സ്ഥാപിച്ചത്. NSS പിന്തുണ LDFന്റെ മൂന്നാം വരവിന് ഗുണം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എല്ലാ ജനവിഭാഗത്തിന്റെയും പിന്തുണയുടെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വോട്ടും ഇടതുമുന്നണിക്ക് വേണമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടിക പരിഷ്കരണം അനിവാര്യമാണെന്നും പക്ഷേ അതിന്റെ ലക്ഷ്യം ജനാധിപത്യത്തിന്റെ അട്ടിമറിയാകരുതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പരമാവധി പേരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ആനയിക്കുന്ന വളരെ പോസിറ്റീവായ ഫലപ്രാപ്തിയിലേക്ക് ആക്കണം അത് നയിക്കേണ്ടതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഭോപ്പാലിലെ NIHS-AD ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗവ്യാപനം തടയാനുള്ള ദ്രുത കർമ്മസേന പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയിൽ തമ്മിലടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്രമന്ത്രിയും കേരളത്തിലെ BJP 2 ഭാഗമായി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണെന്നും തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സർക്കാരും കേന്ദ്ര സംഘവും കണ്ടെത്തിയ കിനാനൂർ എയിംസ് അടിയന്തരമായി അനുവദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എയിംസ് വിഷയത്തിൽ BJPക്കുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്നും എയിംസ് കേരളത്തിൽ വരേണ്ടതാണെന്നും പാർട്ടി നിലപാടെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. എയിംസ് വിഷയത്തിൽ ഒറ്റക്കെട്ടായ നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകോറിൽ കൊച്ചിയിൽ നിന്ന് കാർ പിടിച്ച സംഭവത്തിൽ പ്രതികരണമായി മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പരസ്യം കണ്ടാണ് വണ്ടി വാങ്ങിയതെന്ന് കാർ ഉടമ മാഹിൻ അൻസാരി പറഞ്ഞു. താൻ നൽകിയ രേഖകൾ വാഹനം തന്നവർ ക്രമക്കേട് നടത്തിയെന്നും താൻ കബളിപ്പിക്കപ്പെട്ടുവെന്നും മാഹിൻ പറഞ്ഞു. തനിക്ക് വാഹനം തന്നവരുടെ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറിയെന്നും മാഹിൻ അൻസാരി വ്യക്തമാക്കി. തമ്പാനൂർ റെയിൽവേ പാഴ്സൽ ഓഫീസിനുള്ള നടപ്പാതയിൽ പ്രവർത്തിക്കുന്ന KSRTC ഓഫീസ് നഗരസഭയുടെ സ്ഥലം അതിക്രമിച്ച് കയറി നിർമ്മിച്ചാണെങ്കിൽ അത് ഒഴിപ്പിക്കുന്നതിന് നിയമാനുസരണം നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ഉത്തരവ് ലഭിച്ച 6 ആഴ്ചയ്ക്കുള്ളിൽ നഗരസഭാ സെക്രട്ടറി നടപടികൾ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു.
CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണ കേസിൽ KM ഷാജഹാന് ജാമ്യം. എറണാകുളം CJM കോടതിയാണ് KM ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിൽ പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 20,000 രൂപയുടെ ബോണ്ട് അടക്കമുള്ള ഉപാധികളുടെയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം തെളിവുകൾ നശിപ്പിക്കരുതെന്നും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി KM ഷാജഹാൻ. തന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ഷാജഹാൻ ഒരു കുറ്റവും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം പൊളിഞ്ഞ് വീണുണ്ട അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബം നവീകരിച്ച പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് 12.50 ലക്ഷം രൂപ ചെലവിട്ട് വീട് പുതുക്കിപ്പണിത്. നേരത്തെ ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതി പിടിയിൽ. കോഴിക്കോട് മുട്ടഞ്ചേരി സ്വദേശി അബ്ദുൽ ഫത്താഹാണ് അറസ്റ്റിലായത്. ടെലിഗ്രാമിലൂടെ പാർട്ട് ടൈം ജീവനക്കാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഡോക്ടറായ യുവതിയിൽ നിന്ന് ഇയാൾ പണം തട്ടിയത്. വ്യാജ വെബ് പോർട്ടൽ യുവതിയെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചാണ് പ്രതി 32 ലക്ഷം രൂപ തട്ടിയെടുത്ത് പണം ഹവാല ഇടപാടിനായി ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. മലപ്പുറത്ത് ദേശീയപാതയിൽ VK പടിക്ക് സമീപം തലപ്പാറ വലിയ പറമ്പിൽ ഇന്നലെ രാത്രിയുണ്ട വാഹനാപകടത്തിൽ 2 മരണം. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായിരുന്നത്. പള്ളിയിൽ മതപഠനം കഴിഞ്ഞ് മടങ്ങിയ 5 ദർസ് വിദ്യാർത്ഥികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. തെക്കൻ മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നതിനിടെ ഇന്ന് വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ബാംഗ്ലൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിപ്രോ സ്ഥാപകനും ചെയർമാനുമായ ആസിം പ്രേംജിയുടെ സഹായം തേടിയ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ രൂക്ഷ വിമർശനവുമായി BJP. സൽമാൻ റുഷ്ദിയുടെ ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം നിരോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 4 പേർ കൊല്ലപ്പെട്ട ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സമര നേതാവ് സോനം വാങ് ചുക് അറസ്റ്റിൽ. ദേശ സുരക്ഷാ നിയമപ്രകാരമുള്ള അറസ്റ്റിൽ കലാപത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ലഡാക്കിൽ പ്രതിഷേധിച്ച സംഘടനകളുടെ പ്രതിനിധികളുമായി ഇന്ന് ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തും. ഇന്ത്യയ്ക്കും കാനഡ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കവുമായി കാനഡ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താലി ട്രൂയിൻ ഇന്ത്യയിലെത്തി. രാജ്യങ്ങൾക്കിടയിലുണ്ടായ ആശങ്കകൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും പുതിയ മാർഗം കണ്ടെത്തിയതായി നതാലി ട്രൂയിൻ പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് പിഴ ചുമത്തിയതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഉക്രൈനിലെ യുദ്ധതന്ത്രം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് NATO സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ രംഗത്ത്. മാർക്ക് റൂട്ട് പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫിനുമെതിരെ ICCയുടെ നടപടി. ഹാരിസ് മാച്ച് ഫീയുടെ 50% പിഴ അടയ്ക്കണം. ഇന്ത്യക്കെതിരെ മത്സരത്തിൽ ഹാരിസ് റൌഫിൻ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കെതിരെ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുന്ന അവകാശവാദത്തെ സൂചിപ്പിക്കാനായി 6-0 എന്ന വിരൽ കൊണ്ട് കാണിച്ചിരുന്നു. പാകിസ്ഥാൻ ജയം പഹൽഗാം രക്തസാക്ഷികൾക്ക് സമർപ്പിച്ച സൂര്യകുമാർ യാദവ് മാച്ച് ഫീയുടെ 30% പിഴ അടയ്ക്കണം. ഏഷ്യ കപ്പ് ലോക ക്രിക്കറ്റിലെ അത്യന്തം ആവേശകരമായ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യയെ വിറപ്പിച്ച് ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ തോൽവി. സൂപ്പർ ഓവറിൽ ലങ്ക ഉയർത്തിയ 3 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നടത്തിയ ഇന്ത്യ 31 ബോളിൽ 61 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും 34 പന്തിൽ 49 റൺസ് എടുത്ത തിലക് വർമ്മയുടെയും 23 പന്തിൽ 39 റൺസ് എടുത്ത സഞ്ജു സാംസന്റെയും കരുത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 58 പന്തിൽ 107 റൺസ് എടുത്ത പതും നിസംഗയുടെയും 32 പന്തിൽ 52 റൺസ് എടുത്ത കുശാൽ പെരേരയുടെയും കൂട്ടുകളിലൂടെ ഇന്ത്യയെ വിറപ്പിച്ച ശ്രീലങ്കയ്ക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പിന്നാലെ നടന്ന സൂപ്പർ ഓവർ പോരാട്ടത്തിൽ ഇന്ത്യക്കായി പന്തെറിഞ്ഞ അർഷദീപ് 2 വിക്കറ്റ് വീഴ്ത്തി 2 റൺസ് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആദ്യ പന്തിൽ തന്നെ 3 റൺസ് എടുത്ത് വിജയം നേടിത്തന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.